എം ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിക്കണം എന്നിട്ടാണെന്നറിയോ, നല്ല ചൂണ്ടയിൽ കിട്ടിയ ഏകദേശം 60 കിലോ വരുന്ന നല്ല പുള്ളി തെരണ്ടിയാണ്. അപ്പോൾ ഇവനെ വെച്ചിട്ട് നമ്മളിന്നൊരു പൊളിക്കാൻ പോവാണ്. അപ്പോൾ പണി തുടങ്ങിയാലോ? എടുത്തു പോനെ, എടുത്തിക്കോ അമ്മേ. അങ്ങനെ മീൻ കിടക്കാൻ നേരമായി. അങ്ങനത്തെ നമ്മുടെ തെരണ്ടിക്കുട്ടനെ നമ്മൾ മുറിക്കാൻ പോവാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പുള്ളി തെരണ്ടീനെ ഇവിടെ നിന്നാണ് നമ്മൾ മുറിച്ച് തുടങ്ങുന്നത് കേട്ടോ. വായയുടെ തുമ്പത്തുനിന്ന് ഇതിൻ്റെ എല്ലൊക്കെ ഭയങ്കര സോഫ്റ്റ് കേട്ടോ. അങ്ങനത്തെ ആദ്യത്തെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നോക്കി, ഈ ഒരു പീസ് തന്നെ ഉണ്ടാവും. എൻ്റെ പൊന്നെ 10-5 കിലോ കണ്ടാ. പുള്ളി തെരഞ്ഞിട 2 ചിറക് നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ വേറൊരു മീനിന്റെ പോലെ ആയിട്ടുണ്ട് ഇട്ടത്. ഓക്കെ, രണ്ടാമത്തെ ഒരു മീനിന്റെ പോലെയാണ് ഇതിരിക്കുന്നത്. കണ്ട, അപ്പൊ നമ്മുടെ തെരണ്ടിക്കുട്ടനെ നമുക്കൊന്ന് കുളിപ്പിച്ചെടുക്കാൻ നേരമായി. നല്ല ചൂടുവെള്ളം എടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. എന്തിനാണെന്നറിയോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ? നമുക്ക് ഇതിൻ്റെ സ്കിന്നൊന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ട നമ്മുടെ മീറ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണത് ഇങ്ങനെ കേട്ടോ. ഇത്രയും വലിയ തെരണ്ടീനെ ഞാൻ ഈ അടുത്തൊന്നും നന്നാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വെയിൽ നല്ല കയറി വന്നിട്ടുണ്ട്. നമ്മുടെ കട്ട് ചെയ്യണ പീസുകളൊക്കെ ചടപടാന്ന് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മീൻ കുട്ടന്മാരെ കഴുകിയെടുക്കാനുള്ള വെള്ളം. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇനി കഴുകി മാറ്റാണേ. ഒരു 3 വട്ടമെങ്കിലും നമ്മൾ കഴുകിയെടുക്കണം കേട്ടത്. അപ്പം ഇനി നമ്മുടെ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കാൻ പോവാണ്. സവാള നാട്ട് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ചെറുപ്പ നമ്മുടെ സവാള അരിഞ്ഞ് എത്ര കിലോ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ സവാള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. 4 കിലോ സവാളയാണ് നമ്മൾ ഈ അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി പച്ചമുളകിൻ്റെ കൂടെ കേട്ടോ, നല്ല അടിപൊളി പച്ചമുളക്. ഇന്നത്തെ നമ്മുടെ വെളുത്തുള്ളി കേട്ടോ. അത് നമ്മളിങ്ങനെ കത്തി വെച്ച് ചുമ്മാ കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കറി വെക്കാനുള്ള പാത്രം അടപ്പത്ത് കയറ്റി വെക്കുകയാണ്. നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഉലുവിട്ട് കൊടുക്കുകയാണേ. നമ്മുടെ സവാള ഇട്ട് കൊടുത്തു കേട്ടാ. ഇനി നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാട്ടാ. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ലോണം കഴുകി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഭയങ്കര വിഷമൊക്കെ അടിച്ചിട്ടാണ് നമ്മുടെ കടയിൽ സാധനമൊക്കെ കിട്ടണേ. നമ്മുടെ വേപ്പിലൊക്കെ കറിയിൽ എന്തോരം ഇട്ടാലും നല്ല കേട്ടോ. ഇതൊക്കെ ആരോഗ്യത്തിന് നല്ല ഗുണമുള്ള സാധനങ്ങളാണ്. ഇനി നമ്മുടെ മസാലകളാണ്. മല്ലിപ്പൊടി, മുളക് പൊടി ആട്ടാ. അപ്പോൾ ആവശ്യത്തിന്
മല്ലിപ്പൊടിയും മുളക് പൊടി കേട്ടോ. ഇനി ഫ്ലേവറിന് കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ, കരിഞ്ഞു പോരുത് മസാല. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ വഴന്ന സ്ഥിതിക്ക് നേരെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മള്. ഇനി നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിയ നല്ല കൊടംപുളി കേട്ടാ. കൊടംപുളി എടുത്ത് നേരെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതേ നമ്മുടെ പുള്ളി തിരണ്ടി കഷ്ണങ്ങളാക്കി വെച്ചത് നേരെ നമ്മൾ ഇതിലേക്ക് എടുത്തിടുകയാണ്. ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളമൊക്കെ ചൂടാണ്, എൻ്റെ കൈ കൊള്ളാതെ ഞാൻ തന്നെ നോക്കണം. നമ്മളിട്ട കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, ഒരു സ്ഥലത്ത് കൂടി നിൽക്കണമെങ്കിൽ. ചാറക്കിന് വറ്റി വരണോട്ടാ, മീനൊക്കെ നല്ല വെന്ത് ചാറൊക്കെ വറ്റി വരണം. ഇനി നമ്മുടെ മീൻകറി ഇവിടെ ഇരുന്നത് വെന്ത് റെഡിയായി വറ്റി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ മീന് ഗ്രില്ലടിക്കാനുള്ള പരിപാടി നോക്കാട്ടാ. ഇനി നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള പീസുകളുണ്ടാ. അപ്പോൾ നമ്മളിത് നല്ല ഫില്ലറ്റ് കണക്കിന് ചെത്തിയെടുത്ത പീസുകളാണ് ഇത് ഈ കാണണേട്ടാ. ഇത് അവസാനത്തെ പീസ്. ആഹാ, നമ്മൾ സിമ്പിൾ മസാലകളായിട്ട് വെക്കുന്നത്. ആദ്യം എന്തേ നമ്മുടെ കുരുമുളക് പൊടി കേട്ടാ. ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആട്ടാ. ഇനിത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആട്ടാ. ഇനിത് നമ്മുടെ കാശ്മീർ ചില്ലി പൗഡർ. ഇത്തിരി സ്പൈസി ആയിട്ടാട്ടോ നമ്മളിത് ചെയ്യുന്നത്. ഇനിയാണ് മക്കളെ മെയിൻ സാധനം, നമ്മളുടെ ചെറുനാരങ്ങ ആട്ടാ. ചെറുനാരങ്ങ നീരെടുത്ത് നമ്മൾ പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിലാട്ടാ. അപ്പോൾ കണ്ട എല്ലാ സാധനങ്ങളും ചേർത്ത് നമ്മൾ ഇതുമ്മ തന്നെ ഇട്ട് അങ്ങോട്ട് തിരുമ്മില്ലേ, മസാല വേസ്റ്റ് ആവില്ല. എന്നിട്ടിങ്ങനെ ബാക്കി പറഞ്ഞെടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലും തേച്ച് കൊടുക്കാം. ആഹാ, അപ്പോൾ അത് നമ്മുടെ ഗ്രില്ലിലേക്ക് നമ്മുടെ മീറ്റ് കയറ്റി വയ്ക്കുകയാണ്. ഹായ്, എല്ലാ അലുവ പോലത്തെ കഷ്ണം കണ്ട. അപ്പോൾ നമ്മുടെ ചുട്ടെടുക്കാനുള്ള പരിപാടിക്കുള്ള വിറകാണ് ഇട്ടത്. അപ്പോൾ നമ്മുടെ കുഴിയില് തീയൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തി വരുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മുടെ മീനെ നമ്മളിനി ഇറക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മീൻ ഇറക്കാൻ നേരമായി. അടിപൊളി. അങ്ങനെ നമ്മുടെ മീൻ എന്തായെന്ന് നോക്കാൻ നേരായിട്ടാ. അപ്പൊ നമ്മള് വെച്ച ആള് ഇതേ ഇവിടെ വെട്ടി തളച്ചോണ്ടിരിക്കുകയാണ്. ഓ, ഇവിടെ നോക്കിയേ, നമ്മുടെ മീനൊക്കെ നല്ല മണം വന്നിട്ട് കേട്ടോ, നല്ല പാകമായിട്ട്. നമ്മൾ അധികുട്ടി ഇളക്കാൻ നിന്നാൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോവും. കണ്ടാ, നല്ല നല്ല പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട്. ആയ്, കണ്ടാ. മീൻ അത്യാവശ്യം നല്ല രീതിക്ക് എണ്ണയുള്ളൊരു മീനാണ് കേട്ടോ. അതാണ് ആ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നേക്കണത്. നമ്മുടെ സ്കിന്നിനും കാര്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഓയിൽ നല്ലതാണ് കണ്ടാ. ആഹാ, ഇതേ മക്കളെ മീൻകറിയുടെ മണം ഒരു രക്ഷയില്ല കേട്ടാ. നമ്മളെ ഹഠാതെ ആകർഷിച്ചു. നോക്കി,
ശരിക്കും കാണുമ്പോൾ ഇറച്ചിക്കറിയൊക്കെ പോലില്ലേ, നല്ല വലിയ പീസാക്കിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സാധനം ഇരുന്ന് നല്ല രീതിക്ക് മസാലയും പുളിയും ഉപ്പും എല്ലാം ഒന്ന് പിടിക്കാൻ നമ്മൾ സമയം കൊടുക്കണം. അപ്പോൾ നമ്മൾ പിന്നെ ഇറക്കി വെച്ചിട്ട് ബാക്കി നമ്മുടെ ഗ്രില്ലിൻ്റെ പരിപാടി എന്തായാലും നോക്കാം. അങ്ങനെ മച്ചാന്മാരെ 2 മണിക്കൂറായിട്ട് നമ്മുടെ കുഴിയിൽ നമ്മുടെ മീൻ ഇറക്കിയിട്ട്, അപ്പോൾ ഇത് കുഴി പൊട്ടിക്കുകയാണേ. മക്കളെ, അപ്പോൾ ദേ നമ്മൾ ഗ്രില്ല് ചെയ്ത ഐറ്റം ഇനി നേരെ നമ്മുടെ തട്ടിന്ന് ഇറക്കാണേ. ഇത് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് ഈ ഒറ്റ പീസായിട്ട് കിട്ടൂല. അടിയിൽ മുള്ളുള്ളതുകൊണ്ട് മാത്രമായിട്ട് ഇങ്ങനെ കിട്ടുന്നേ, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വിട്ടു പോകാനുള്ള ചാൻസുകളാണ്. ദേ അടിയിൽ നിന്നും അടുത്ത പീസ്. നല്ല മണോട്ടാ. അപ്പം തന്നെ വായിന്ന് വെള്ളം വരുന്നു. ചൂടും ചോറല്ലേ ആദ്യം നോക്കി. ഊത്ത് ഊത്ത് ഊത്തെന്ന് പറഞ്ഞ് ഒഴിക്കുന്നതാണ്. പോരാ, അവനും കൊടുക്കണ്ട് ഇത് ഒരാൾക്ക് തിന്നാനാണ്. കമത്തിക്കോ കമത്തിക്കോ. അങ്ങനെയല്ല, ഇങ്ങോട്ട് ഊത്ത്. നീ പാത്രം കൊണ്ട് പോക്കോളൂ. ഫില്ല് ചെയ്തിട്ട് വാ. താങ്ക് യു ഗൈസ്. പറക്കണ ചോറ്. ആ മോനെ വന്നടാ വന്നടാ, കറി വന്നടാ. അപ്പൊ ഇന്ന് നമ്മള് നല്ല ചോറും നല്ല അടിപൊളി നമ്മുടെ തെരണ്ടിക്കറിയും തെരണ്ടി ചുട്ടതൊക്കെ ആയിട്ട് പൊളിക്കാൻ പോവാട്ടാ. നമ്മുടെ കറി എടുക്കണത് വേറൊരു വെറൈറ്റി സ്റ്റൈലിലാട്ടാ. നോക്കിയേ, എടുത്ത കറി നമ്മള് കുറച്ചുകൂടി ഊത്ത് ഊത്ത് തേന. ഇനി കഷ്ണങ്ങളാണ് കേട്ടോ, കഷ്ണങ്ങള്. അമ്പോ വന്നടാ മോനെ, ഗ്രില്ല് വന്നടാ. എടുക്കടാ എടുക്കടാ എടുക്കടാ. ചെറിയ കഷ്ണം മതി. എനിക്ക് ചെറിയ പീസ് മുള്ളില്ലാത്ത പീസ് എനിക്കിതാണ്. മീൻ കഷ്ണം കണ്ടുപിടിച്ചാ ഞാനാ. അതിനുള്ള പൈസ എടുത്തത് ഭായ. തുടങ്ങാം എന്നാ, തുടങ്ങല്ലേ? അപ്പൊ ദേ തുടങ്ങിക്കോ. കണ്ടാ ഓക്കെ, കണ്ടാ നീ കണ്ടാ. ഹായ്, ഇതും തിരിച്ചാറും ചോറും കൂട്ടിയിട്ട് എൻ്റെ മോനെ എടാ പ്രീണേ ഇതണ്ടാ, കണ്ട ലെയർ ലെയറായിട്ട് തന്നെ അതും ചോറും കൂട്ടിയിട്ട് പ്രവീൺ എന്തായാലും വേണമെന്ന് പറഞ്ഞ് ക്യാമറയുടെ കയ്യിൽ കൊടുത്തിട്ട് വന്നിട്ടാ. അല്ലെങ്കിൽ പ്രവീൺ മച്ചാൻ വേണ്ടെന്ന് പറയാം. പക്ഷെ മീൻ വെച്ച് കഴിഞ്ഞാൽ തെരണ്ടി കണ്ടുപിടിച്ചത് ഭായ. അതിനുള്ള ചോറ് കൊടുത്തത് ഞങ്ങളാണ്. ഫുഡ് മൊത്തം കഴിച്ച് കഴിഞ്ഞപ്പോൾ എരവിഴിഞ്ഞ പോലെ ആയിട്ടാ. എനിക്ക് എരിവ് തീരെ പറ്റില്ല, കിട്ടാൻ വരും. പക്ഷെ ഇവർക്കൊന്നും പറയാൻ എരിവ് പ്രശ്നമില്ലല്ലോ. ഫുഡ് കഴിച്ച് വിശർത്ത് കുളിച്ചു പോയി. അയ്യോ, കാണാനായിട്ട് ഭംഗി നമ്മുടെ ഗ്രില്ലാണെങ്കിലും ടേസ്റ്റ് മീൻ കറിയാണ്. ഒരു രക്ഷയില്ല. തെരണ്ടി കറി വെക്കുന്നത് തന്നെയാട്ടോ നല്ലത്. ഗ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അടിപൊളിയാണ്. പക്ഷേ കറിയായിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റൂല. കറി അത്രയ്ക്ക് രസമാണ്. ശരിക്കും തെരണ്ടിക്കറി വെച്ച് അന്നല്ല കഴിക്കണ്ടേ, നാളെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ചൂടാക്കി മറ്റന്നാ. ടേസ്റ്റ് അങ്ങോട്ട് മാറും, വേറെ ലെവലിലേക്ക് എത്തും. വയറ് പൊട്ടാറായിട്ടാ. കറി നല്ല ടേസ്റ്റ് ആയിപ്പോൾ ചോറ് മൊത്തം വാരി തിന്നു. അപ്പോൾ അധികം പറഞ്ഞ് നീട്ടില്ല മച്ചാന്മാരെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ, ഇതിനുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണുമെന്ന് പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീൺ, അതുപോലെ ടീം M4 ടെക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.